ഹായ് ബ്രോസ്, ഫോറിനിൽ ഫോട്ടോ ബോംബ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സെൽഫി എടുക്കുകയാണെങ്കിൽ അതിന് പുറകിലായിട്ട് നമ്മൾക്ക് യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ഒരാൾ ആ ഫോട്ടോയിൽ പെട്ടുപോയാൽ അതിന് ഫോട്ടോ ബോംബ് എന്ന് പറയും. അതല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ, ഒരു ഫാമിലി ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരാൾ അവിചാരിതമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടുപോയാൽ അതിനെ ഫോട്ടോ ബോംബ് എന്ന് പറയും. അത്തരത്തിൽ അവിചാരിതമായി പെട്ടുപോയ ഭയപ്പെടുത്തുന്ന ചില ഫോട്ടോ ബോംബുകളെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ ബ്രോസ്, വെൽക്കം ബാക്ക് ജി ബ്രോസ്. ക്രിസ്റ്റീനയും കെവിനും കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം സ്വസ്ഥമായി ചെലവഴിക്കാൻ വേണ്ടി ഒരു മലമുകളിൽ പോകുന്നു. അവിടെ നിന്ന് അവർ ഓരോ സെൽഫി എടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഫോട്ടോ നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഫോട്ടോയിലുള്ള 3 പേരും വളരെ നന്നായിട്ടുണ്ട് എന്ന്. ബെത്തനി അവരുടെ കുട്ടിയുടെ ആദ്യ പിറന്നാൾ ആഘോഷിക്കുന്നതിനിടയ്ക്കാണ് കുട്ടിക്ക് അസുഖം വന്ന് ഫാമിലി ഡോക്ടറെ കാണാനായി പോകുന്നത്. അവിടെ നിന്ന് കുട്ടിയുടെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ ഫാമിലി ഡോക്ടറോടൊപ്പം ഒരു ഫോട്ടോ കൂടി എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ നോക്കിയതിനു ശേഷമാണ് ബെത്തനി ആ കാര്യം മനസ്സിലാക്കുന്നത്. ഇതേ ഹോസ്പിറ്റലിൽ വർഷങ്ങൾക്ക് മുമ്പ് ബെത്തനിക്ക് ഒരു പെൺകുട്ടി ജനിച്ച് അസുഖം വന്ന് മരിച്ചു പോവുകയുണ്ടായിരുന്നു. ആ കുഞ്ഞ് ഇന്നും അമ്മയെ പിരിയാതെ കൂടെ തന്നെ ഉണ്ട് എന്നത്. സ്കൂളില്ലാത്തൊരു ദിവസം ഒരു അച്ഛനും മകളും കൂടി ഒഴിഞ്ഞ ഒരു ബീച്ചിൽ കളിക്കാനായി പോകുന്നു. വളരെ ഭംഗിയുള്ളത് കൊണ്ട് തന്നെ അവിടെ വെച്ച് മകളുടെ ഒരു ഫോട്ടോ കൂടി എടുക്കുന്നുണ്ട്. പിന്നീട് ആ ഫോട്ടോ ഡെവലപ്പ് ചെയ്ത് നോക്കുമ്പോഴാണ് അവർ ആ കാര്യം മനസ്സിലാക്കുന്നത്. ആ കുട്ടിയുടെ പിറകിലായിട്ട് ഒരാൾ ബൂട്ട് ധരിച്ചു നിൽക്കുന്നു. പക്ഷെ ആ സമയം ആ കുട്ടിയെയും അച്ഛനെയും ഒഴികെ വേറെ ആരും തന്നെ ആ പരിസരത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. പിന്നീട് കൂടുതലായി അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് ആ കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. പണ്ട് ഇവിടെ ഒരു യുദ്ധം നടക്കുകയും യുദ്ധത്തിൽ ഒരുപാട് പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാവരെയും തന്നെ അവിടെ തന്നെയാണ് അടക്കുകയും ചെയ്തിട്ടുള്ളത്. 2 ഫ്രണ്ട്സ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടിയ സന്തോഷത്തിൽ ഒരു ഫോട്ടോ എടുക്കുന്നു. പിന്നീട് ആ ഫോട്ടോ നോക്കുമ്പോഴാണ് ഒരു കാര്യം അവർക്ക് മനസ്സിലാവുന്നത്. ഈ 2 പെൺകുട്ടികളിൽ ഒരാളുടെ അമ്മ 8 മാസങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിരുന്നു. അവരും ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. 1942 അൽബാമിൽ ഒരു കപ്പിൾസ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ ഡെവലപ്പ് ചെയ്ത് നോക്കിയതിനു ശേഷമാണ് മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത്. കല്യാണത്തിന് വിളിക്കാതെ മറ്റൊരാൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു എന്ന്. ബേവറി ഹിൽസുള്ള കെൻഡക്കിയിൽ ഒരു നശിച്ച ഹോസ്പിറ്റലിൽ ആയിരക്കണക്കിന് രോഗികൾ അസുഖം വന്ന് മരിച്ചു പോവുകയുണ്ടായി. അതിൽ മേരി എന്നൊരു രോഗി വേദന സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ആ രോഗി ആ ഹോസ്പിറ്റലിൽ ഇന്നും ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഫോട്ടോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 14 വയസ്സുള്ള സിനേഡ അവൻ പുതുതായി വാങ്ങിയ ഡ്രസ് ഇട്ട് കണ്ണാടിക്ക് മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ആ ഫോട്ടോ കണ്ടവരാണ് അവനോട് ചോദിച്ചത് പുറകിൽ കണ്ണാടിയിൽ കാണുന്ന രൂപം എന്താണെന്നുള്ളത്. നമ്മൾ ബോറടിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ചിലർ മീൻ പിടിക്കാൻ പോകുന്നതും. അത്തരത്തിൽ ഒരു ഹസ്ബൻഡ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈഫ് ഒരു ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ ഡെവലപ്പ് ചെയ്തു നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി കാലുവഴുതി ആ കുളത്തിൽ മരിച്ചിരുന്നു. അവൾ ഇന്നും ആ കുളക്കരയിൽ തന്നെ ഇരിപ്പുണ്ട് എന്ന്. റിസേൾ ഹൈസ്കൂൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ എന്ന ഗിന്നസ് റെക്കോർഡ് വരെ നേടിയിട്ടുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിലെ 2 പെൺകുട്ടികൾ ടീച്ചർ അറിയാതെ ഫോൺ കൊണ്ടുവന്ന് ബാത്റൂമിൽ വെച്ച് ഒരു ഫോട്ടോ എടുക്കുന്നു. അതേ സമയം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ ഫോട്ടോ ബോംബ് പിറക്കുന്നതും. ഈ ഫോട്ടോ ഫേമസ് ആയതിനു ശേഷം ഒരു ഫേമസ് ന്യൂസ് ചാനൽ ആ ഫോട്ടോ എടുത്ത് പരിശോധിച്ചതിനു ശേഷം ഈ ഫോട്ടോ ഒറിജിനൽ ആണെന്ന് പറയുകയുണ്ടായി. അപ്പോഴാണ് ലോകം ഒരു കാര്യം അറിയുന്നത്. അതേ ബാത്റൂമിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. തീർച്ചയായും ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടോ ഇതെല്ലാം ഞാൻ കയ്യിൽ നിന്ന് എടുത്തിടുന്നതാണോ എന്നുള്ളത്? സത്യമായിട്ടുമല്ല. ഈ ഫോട്ടോ വെച്ച് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ എല്ലാ തെളിവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളോടായി എനിക്ക് പറയാനുള്ളത്, എത്ര പേർ വന്നാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുമുള്ള ഒരു സൗകര്യം ഈ ചാനലിനടിയിൽ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തിയതിനു ശേഷം പോകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.